ഹൈറേഞ്ചിന്റെ സാംസ്കാരിക ഭൂമികയിൽ 5 പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞുനിൽക്കുന്ന കവിയും മുതിർന്ന സാംസ്കാരിക പ്രവർത്തകനുമായ കെ.ആർ. രാമചന്ദ്രന് കട്ടപ്പനയിലെ വിവിധ കലാസാംസ്കാരിക സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കവിതാരാമം എന്ന പേരിൽ ആദരവ് നൽകുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ.ജി.'സ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെ.ജി.'സ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ജൂലൈ 26 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ കട്ടപ്പന ഏദൻ ഹാളിൽ വച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എഴുത്തുകാരൻ എന്നതിലുപരി മികച്ച സംഘാടകൻ, ഗ്രന്ഥശാലാ പ്രവർത്തകൻ, സാംസ്കാരിക രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിൽ പ്രദേശത്തിന്റെ സാമൂഹിക പുരോഗതിക്കായി നിരന്തരം ഇടപെടുന്ന വ്യക്തിത്വമാണ് കെ.ആർ. രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ കവിതാവഴികളെയും സാംസ്കാരിക സംഭാവനകളെയും മുൻനിർത്തി വിപുലമായ പരിപാടികളാണ് ആദരസന്ധിയുടെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൈറേഞ്ചിന്റെ സാംസ്കാരിക മേഖലയിൽ കഴിഞ്ഞ 5.5 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് കെ.ആർ. രാമചന്ദ്രൻ സാർ. എഴുത്തുകാരൻ എന്നതിലുപരി അദ്ദേഹം സാംസ്കാരിക പ്രവർത്തനത്തിലും ഒരു ഗ്രന്ഥശാലാ പ്രവർത്തകൻ എന്ന നിലയിലും സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നയാളാണ്. കട്ടപ്പനയിലെ വിവിധ സാംസ്കാരിക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഹൈറേഞ്ചിൻ്റെ പ്രിയ കവിക്ക് ആദരവ് നൽകുകയാണ്. കവിതാരാമം എന്നാണ് ഈ പരിപാടിക്ക് നൽകിയിരിക്കുന്ന പേര്. ഈ വരുന്ന ജൂലൈ 26 ഞായറാഴ്ച 2 മണിക്ക് കട്ടപ്പന ഏദൻ ഹാളിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ആദര സന്ധ്യയോടനുബന്ധിച്ച് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 മണിക്ക് ആരംഭിക്കുന്ന ഈ പരിപാടിയിൽ ആദ്യം നടക്കുന്നത് ജില്ലയിലെ കവികൾ അവരുടെ മുതിർന്ന കവിയായ കെ.ആർ. രാമചന്ദ്രന് കവിതാദരം നൽകുകയാണ്. അവരുടെ കവിതകൾ ചൊല്ലിക്കൊണ്ട് കവിതാദരം നൽകുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ കവിതകൾ ആലപിക്കുന്ന ഗായക സംഘവും ഉണ്ടായി. 3 മണിക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളിലെ പ്രമേയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് വിവിധ വിഷയങ്ങൾ, ഇപ്പോൾ കവിതയിലെ സ്വത്വബോധം, കവിതയിലെ മാനവികത, സാമൂഹികത, കവിതയിലെ പെണ്ണിടങ്ങൾ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പ്രഭാഷകർ വിഷയങ്ങൾ അവതരിപ്പിക്കും. 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക മേഖലയിലെ സംഭാവനകൾ ചർച്ച ചെയ്യുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയാണ് കെ.ആറിൻ്റെ കാവ്യവഴികളല്ല, സാംസ്കാരിക ലോകമാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹവുമായി ദീർഘകാലമായി പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സെഷനാണ് കെ.ആറിൻ്റെ സാംസ്കാരിക ലോകം എന്ന് പറയുന്ന ഒരു സെഷനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 മണിക്കാണ് ആദരസന്ധ്യ സംഘടിപ്പിച്ചിരിക്കുന്നത്. 5 മണിക്ക് മലയാളത്തിൻ്റെ പ്രിയ കവി കുരീപ്പുഴ ശ്രീകുമാർ ഈ ആദരസന്ധ്യ ഉദ്ഘാടനം ചെയ്യും. ഈ ആദരസന്ധ്യയിൽ കെ.ആറിൻ്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരം ഊന്നുവടികൾ പ്രകാശനം ചെയ്യപ്പെടും. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ജിജി.കെ. ഫിലിപ്പാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. നോവലിസ്റ്റ് പുഷ്പമ്മ ഏറ്റുവാങ്ങും. ജില്ലയിലെ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ പരിപാടികളിലുടനീളം പങ്കെടുക്കും. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ജില്ലയിലെ കവികൾ കവിതകൾ ചൊല്ലിക്കൊണ്ട് കെ.ആർ. രാമചന്ദ്രന് കവിതാദരം നൽകും. കെ.ആറിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കവിതകൾ ഗായകർ ആലപിക്കും. 3 മണിക്ക് കെ.ആറിന്റെ കാവ്യലോകത്തെ അടിസ്ഥാനമാക്കി കവിതയിലെ പ്രതിരോധം, പെണ്ണിടങ്ങൾ, മാനവികത, സ്വത്വബോധം എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണം നടക്കും. 4 മണിക്ക് നടക്കുന്ന കെ.ആറിന്റെ സാംസ്കാരിക ലോകം എന്ന സെഷനിൽ കലാസാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സൗഹൃദാനുഭവങ്ങൾ പങ്കുവയ്ക്കും. വൈകുന്നേരം 5 മണിക്കുള്ള ആദരസന്ധ്യ പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കെ.ആർ. രാമചന്ദ്രന്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമായ ഊന്നുവടികൾ കവി ജിജി.കെ. ഫിലിപ്പ് പ്രകാശനം ചെയ്യും. പ്രശസ്ത നോവലിസ്റ്റ് പുഷ്പമ്മ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങും. ജനപ്രതിനിധികളും സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്ന ഈ സാംസ്കാരിക കൂട്ടായ്മയിലേക്ക് മുഴുവൻ കലാസാഹിത്യ സ്നേഹികളെയും ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ മോബിൻ മോഹൻ, ഇ.ജി. ജോസഫ്, എൻ.സി. ബോബൻ, ബാബു പൗലോസ്, കെ.ഇ. മണി, പ്രിൻസ് ഓവേലി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്.
ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.